നീ എന്താ സ്വപ്നം കാണുകയാണോ? സ്വപ്നമൊന്നുമല്ല, നടന്നൊക്കെ സത്യ. എന്ത് സത്യം? എന്താ മോനെ, നിനക്കെന്താ പറ്റിയത്? വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ല പച്ച. ചേട്ടൻ വല്ല ലവ് അഫെയറിലും കുടുങ്ങിയോ? ആകെപ്പാടെ ഒരു ചേഞ്ച്. ഒന്ന് പോടി വിടുന്നു. ലവ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനല്ലേ ഇപ്പൊ? അപ്പൊ സിറ്റുവേഷൻ ഒത്തു വന്നാ ചെയ്യുമല്ലേ? നിന്റെ ടെൻഷൻ എന്താണെന്ന് അപ്പച്ചൻ അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോ നമുക്കൊരുമിച്ച് ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്നലെയും ബാങ്കിൽ നിന്ന് ആള് വന്നിരുന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനായിട്ടുണ്ടാക്കി വെച്ച കടങ്ങളല്ലേ, ഞാൻ തന്നെ തീർത്തോളാം. കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്നാ മാത്രം മതി. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 കോടി രൂപ കയ്യിൽ വന്ന ദിവസമാണെന്ന്. ഫ്യൂച്ചർ പ്ലാനൊക്കെ ഓർത്ത് കണക്കൂട്ടിയിരിക്കുമ്പോ ആര് വിളിച്ചാലും ചവിട്ടിയാലും താൻ അറിയില്ല. അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് കൊല്ലാൻ പോവാ, നീ പോലും അറിയാതെ. Idiot! എല്ലാവരും ഉണ്ട് സാർ, ഞാൻ മാത്രമല്ല പൈസ എടുത്ത്. എടാ ജോണേ, എന്താടാ ജോൺ? പോലീസും ദേവനാരായണൊന്നും അല്ല. പോലീസോ ദേവനാരായണോ? എടാ ഇത് അപ്പച്ചനാടാ. സ്വപ്നം കാടായിരുന്നോ നീ? എന്താടാ ഇത്? വാ ഇങ്ങോട്ട് കയറിയിരിക്കും. ആരാടാ ഈ ദേവനാരായണൻ? അയാൾ ഇവിടെ വന്നോ? നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ ഒരു ദേവനാരായണൻ നിന്നെ കൊല്ലാൻ വരുന്നു എന്ന്? അതുകൊണ്ട് ചോദിച്ചതാ. അത് അപ്പച്ച, ഈ ദേവനാരായണന്റെ കാറുമായിട്ട് അന്ന് ആക്സിഡന്റ് ഉണ്ടായി. ഓ, അപ്പൊ അതാണ് സംഭവം. കിടക്കാൻ നേരത്ത് കുരിശു വരച്ച് കിടന്നില്ലെങ്കിലേ ഈ ദേവനാരായണൻ സ്വപ്നത്തിൽ നിന്നെ കാറിടിച്ചു കൊല്ലാൻ നോക്കും. ചേട്ടാ, ചേട്ടനെ കാണാൻ വേണ്ടി 2 ട്രോഫി ഒന്നിപ്പുണ്ട്. ട്രോഫിയാ? ജനാർദ്ദൻ ട്രോഫിയും ജാഫർ ട്രോഫിയും. ചെല്ല് ചെല്ല്. പ്രമുഖ വ്യവസായി ദേവനാരായണൻ സ്വയം വെടിയേറ്റ് മരിച്ച നിലയിൽ. പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇനി 3 കോടി എനിക്ക് സ്വന്തം. എന്താന്ന്? അല്ല, നമുക്ക് സ്വന്തം. അങ്ങനെ പറ. ഒരു കണക്കിന് ആള് ചത്ത് നന്നായി. ഇന്നലെ രാത്രി ദേവനാരായണനെ കൊല്ലാൻ വന്നറ സ്വപ്നത്തില്. മച്ചാനത് ഡ്രീം അല്ലേ? അയ്യോ, എന്നെ തന്നെ ഡ്രീംസ് എത്ര പേര് കുത്തിക്കൊന്നേക്കണ്. ഞാൻ തന്നെ എത്ര പേര് കുത്തിക്കൊന്നെന്ന് അറിയാവോ? ഫോർ എക്സാമ്പിൾ, 3 വയസ്സുള്ളപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ബദൂരി വാപ്പ ഉണ്ടല്ലോ, അതിന് 10-15 പ്രാവശ്യം നമുക്ക് കുത്തി വന്നിട്ടുണ്ട്. കണ്ടു വന്നേ. എന്റെ പൊന്നുപുറം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി അങ്ങാട് നമ്മുടെ ടൈമാണ്. ഇത് പടച്ചോനായിട്ട് തന്നാണ് ബൈ. നത്തിങ് ദാറ്റ് സിമ്പിൾ. ലൈഫിൽ ടെൻഷനും പണ്ടാറൊക്കെ ആയിട്ട് നടന്നാ മതിയാ. സോ ഇനി നമ്മളങ്ങാട് അടിച്ച് പൊളിക്കാൻ പോണേന്. ബ്രോ ഒന്നും പറയണ്ട, നമ്മളെല്ലാം തീരുമാനിച്ചു. വിളിക്കല്ലേ? അപ്പൊ സ്റ്റാർട്ടർ ഓർഡർ മോനെ അവിടെ വേണ്ട, ഇങ്ങോട്ട് വാടാ. എന്താ സാർ വേണ്ടത്? ഇപ്പൊ എന്താണ് ഇവിടെ കഴിക്കാള്?
ഇപ്പം കഴിക്കാൻ ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. പ്രമുഖ വ്യവസായി ദേവനാരായണൻ മരിച്ച നിലയിൽ. നിർത്തിയിട്ട കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നഗരാതിർത്തിയിൽ നിന്നും മാറി ഒരു സ്വകാര്യ ക്വാറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കാർ. മൃതദേഹം ദേവനാരായണന്റേത് തന്നെയാണെന്ന് പോലീസ് നിഗമനം. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 ചെറുപ്പക്കാരിലേക്കാണ് കേസ് വിരൽ ചൂണ്ടുന്നത്. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവരിതോടെ പോയി? എടാ ഇതിലെന്തോ കുഴപ്പമുണ്ട്. ആദ്യം വെടിയേറ്റ് മരിച്ചെന്നും ഇപ്പതേ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലെന്നും. വെടിയേറ്റ് തന്നെ ആയിരിക്കും ബായി പടിയായിട്ടുണ്ടാവുക. എടാ പിന്നെ ഈ കാറല്ലേ ഫയർ ചെയ്യണ സമയത്ത് പെട്രോളൊക്കെ അങ്ങോട്ട് ലീക്കായി കത്തി പിടിച്ചായിരിക്കും. എടാ ജോണേ, ഏതായാലും സീൻ അങ്ങാട് ഫിനിഷായി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഇങ്ങനെ തീരുള്ളൂ. ഈ കോടീശ്വരന്മാരാൻ പറ്റില്ല, കത്തിക്ക് കുത്തിറ്റും കത്തിക്കറിഞ്ഞും ഭയങ്കര കളർഫുൾ ആയിട്ട് അവന്മാർ മരിക്കുള്ളൂ. എന്നാലും ഷോ ഉള്ളൂ. ഇതൊക്കെ വിട്ട സ്ഥിര ഹാബിറ്റാണ്. മച്ചാനെ, ഇനി നമ്മൾ ഇവിടെ നിന്നാലേ പണിയാവും. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് സ്കൂട്ടായാല. എങ്ങോട്ട്? എങ്ങാടായാലും നമ്മ ഇവിടുന്ന് സ്കൂട്ടാവണം, അതാണ് സേഫ്. എടാ ഇവന്റെ ഒരു അമ്മാവനില്ലേ, ഒരു ചെറ്റ ശശി, ഊള ശശി. എടാ പോർക്കത് ദുബായിലല്ലേ. എടാ കാശെറിഞ്ഞ ദുബായല്ല, അങ്ങ് ഉഗാണ്ട വരെ കൂടെ ഇരിക്കല്ലേ ബൈ കയ്യില്. അത് മാത്രല്ല ബ്രോ, വൺസ് അപ്പോൺ ദ ടൈം ദുബായ് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അവ അത് നിന്നെ കുറെ പണിടിപ്പിച്ചല്ലേ. ആ പ്രതീക്ഷയിൽ ആ പോർക്കിന്റെ ഷഡ്ജം വരെ നീ ഭാഷ ചെയ്ത് കൊടുത്തിട്ടില്ലേ. ഇപ്പൊ അയാള് മാത്രല്ല നമ്മയും കോടീശ്വരനാണ്ടാ. ബ്രോ ഇങ്ങനൊരു ചാൻസ് ലൈഫിൽ കിട്ടൂലാട്ടാ. എടാ അതിന് ടിക്കറ്റും വിസയൊക്കെ വേണ്ടേ? അതിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. പറ്റിയൊരു ട്രാവൽ ഏജൻസി നമ്മുടെ കയ്യിലുണ്ട്. ഒരു മുറ്റ് സാധനം. ഈ ഗഫൂർക്ക അകത്തുണ്ട്. ഫ്ലൈറ്റ് നമുക്ക് തിരിച്ചു വിടാം. അത് വലിയ പൊളിയാ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞങ്ങള് ജനാർദ്ദന്റെ ഫ്രണ്ട്സാ. ഏത് ജനാർദ്ദനൻ? അല്ലാ, പണ്ട് നമ്മൾ സൗദിക്ക് വിട്ടിട്ട് അവിടുത്തെ ഷെയ്ക്കിന്റെ കെട്ടുകൾ അടിച്ചു മാറ്റി മുങ്ങിയ ആ പഹനാണോ? അയ്യേ, ആ പോർക്കല്ല, ഇത് നമ്മുടെ ജോനാപ്പറമ്പിൽ ജനാർദ്ദനൻ. ഓഹോ, മനസ്സിലായി. നമ്മള് 38 കൊല്ലും വെളി കാറ്റിച്ചിരിക്കുന്ന ആ പഹൻ. അല്ല, എന്നിട്ട് ഓനോ ഇവിടെ? അവൻ അവന്റെ ചേട്ടന്റെ കേസിന്റെ കാര്യത്തിന് വക്കീലെടുത്ത് പോയിരിക്കേ. ഓഹോ, ആ നിങ്ങൾ വന്ന കാര്യം? ഞങ്ങൾക്ക് ദുബായിക്ക് പോകാൻ വിസയും ടിക്കറ്റും വേണം. അത്രേ ഉള്ളൂ? ഉരുവിൽ വേണോ ഫ്ലൈറ്റിൽ വേണോ? ഏത് ഗുരു? ഉരു അല്ല, ഉരു പത്തേമാരി. മറ്റേ ഉരുലാകുമ്പോ പാട്ടും പാടി കളിച്ച് ഇരിച്ച് 5 ദിവസം കൊണ്ട് ടൈം എടുത്ത് അങ്ങനെ അവിടെ എത്താം. മറ്റേ ന്യൂ ജനറേഷൻ ഫ്ലൈറ്റ് ദാ പോയി ദാ വന്നു. ഇതൊക്കെ നമ്മളങ്ങനെ കയറ്റി വിട്ടോല. ഉരു പോയി രക്ഷപ്പെട്ട ടീമാണത്. ഞമ്മക്ക് എങ്ങനെ വേണപ്പോ? നമ്മക്കെന്നാ ഉരുവില് പോവാല്ലേ, പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്ത് പോവാ. ഫ്ലൈറ്റ് മതി. ഇത്രയല്ലേ ഉള്ളൂ. ഗഫൂറേ, എന്താ സാർ? ഒരു ഗഫൂറിനെ വിളിക്കുമ്പോ എല്ലാ ഗഫൂർമാരും കൊണ്ട് ഓടി വരും. ആ ഒരു ഗഫൂർ ഇവിടെ കേട്ടെ, ബാക്കി ഗഫൂർമാരൊക്കെ പോയിക്കോളി. ഇവിടെ എല്ലാവരും ഗഫൂർമാരാണാ? ഗഫൂറിന് പേരുള്ള ആളുകൾ മാത്രമേ ഞാൻ ഇവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളൂ. എനിക്ക് ആ പേരിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോഴേ എത്രയും പെട്ടെന്ന് ഇവരെ വിസയും ടിക്കറ്റും റെഡിയാക്കി കൊടുക്ക്. ചെല്ലേ. ശരി സാർ. ആട്ടെ, എന്താ ദുബായിൽ വിശേഷിച്ച്? പണിക്ക് പോവാ? അല്ലല്ല, പണി കൊടുക്കാൻ പോണേണ് ഇവന്റെ അമ്മാവനിട്ട്. ഏറെ ആളുകളെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട് പണി എടുക്കാൻ. ഇത് പണി കൊടുക്കാൻ പോകണമെന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ഏതായാലും നിങ്ങളെ കാര്യം അള്ളാഹു സലാമത്താക്കി തരട്ടെ. എടാ ജോണേ, ജീവിതത്തിൽ ദുബായി പോകാൻ വിധിയുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. പിന്നല്ലാതെ. നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇവിടുത്തെ പ്രോപ്സ് ഒക്കെ ഒരുവിധം ഒതുക്കിയിട്ടല്ലേ ബായി നമ്മൾ പോണത്. അതുകൊണ്ട് വീട്ടുകാരുടെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. സോ വി ആർ ഗോയിങ് ടു ഇത്രയും വലിയ ഭായി പറഞ്ഞ് ഇവന്മാർ ഏത് ഭായിയെ കാണാൻ എങ്ങോട്ടാ? ഭായി എന്ന് പറയുന്നതിന് മുമ്പ് എന്തോ ഒരു ഹിന്ദി വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. അലി ഭായ് അല്ല, ഓംബായ് അല്ല, നീ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്ക്. എന്താ മുകളിലോട്ട് നോക്കുന്നത്? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുമ്പോ എല്ലാരും മുകളിലോട്ട് നോക്കാറാണ്. എന്നാ ഞാൻ നോക്കട്ടെ. സോ വി ആർ ഗോയിങ് ടു ദുബായ്. കിട്ടി. സോ വി ആർ ഗോയിങ് ടു ദുബായ്. വെറും ഭായി അല്ല, ദുബൈക്കാണ് അവന്മാര് പോകുന്നത്. ദുബായിലേക്കാ? അവന്മാരെന്തിനാ ദുബായ് പോകുന്നത്? അതറിയണേ അവന്മാരോട് തന്നെ ചോദിക്കണം. എന്നാ ചോദിക്കാം. എങ്ങോട്ട് പോന്നു?
ചോദിക്കാൻ? നമ്മൾ ഗുണ്ടകളാണ്, മണ്ടന്മാരല്ല. എങ്കിലൊക്കെ. ബോസ് എന്താ ആലോചിക്കുന്നത്? 3 കോടി രൂപ 3 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അതൊരു പീറ ചെറുക്കം കാരണം. കിട്ടിയ 10 ലക്ഷം രൂപയാണ് പലിശക്കാരനും കൊണ്ടുപോയി. ഇനി എന്തോന്നിടത്ത് ചെലവാക്കും? ചതിക്കുന്നവനെ ഹൊനായി വെറുതെ വിടില്ല. അവൻ ഏത് ദുബായി പോയി ഒളിച്ചാലും നമ്മൾ കണ്ടുപിടിക്കും. അതിനുവേണ്ടി വീണ്ടും പണം പലിശക്ക് എടുത്തിട്ടാണെങ്കിലും നമ്മളും ദുബായിക്ക് പോകും. വിളിക്കടാ പലിശക്കാരൻ, എടുക്കടാ ടിക്കറ്റ് ദുബായിക്ക്. ദുബായ് മൊത്തം ഇരുട്ടാണല്ലോ. ബ്രോ അത് കണ്ട ജോൺ ജാഫർ ജനാർദ്ദനൻ നമ്മുടെ എഴുതിക്കൊണ്ട് പച്ചു നിൽക്കണ്. ഹായ് ബഡീസ്. ജൈനു ഇതാരാണെന്ന് അറിയാം? ഇതാണ് ക്രിസ്റ്റഫർ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. വർഷങ്ങളായിട്ട് ഷാർജയിലാണ്. ഞാൻ ഇന്നലെ എന്നെ വിളിച്ച് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാ? നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് ജാഫർ, ഫോർട്ട് വെച്ചാണ്. ക്രിസ്റ്റഫർ. ഇത് ജോൺ. ഹായ് ബഡി. ഇവന്റെ കാര്യം അവര് വരുന്നില്ലേ? അത് വേറെ. എന്നാലും രസത്തിന് വരായിരുന്നു. ബോസ്, എന്താടാ? നമ്മളെ റിസീവ് ചെയ്യാൻ ആരോ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ട്. ഒരു രഹസ്യ കോഡും പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. എന്തു കോഡ്? സാധനം കയ്യിലുണ്ടോ? അങ്ങനെ വല്ലതും ആണോ? അതൊക്കെ പഴയ നമ്പർ അല്ലേടാ, ഇതൊരു ന്യൂ ജനറേഷൻ കോഡാ. ബോസ് വൃത്തിയോട് പറയുന്നു. എന്റെ നാവിന്റെ തുമ്പത്ത്. അത് കൊള്ളാം. ഫാസിലിന്റെ പടത്തിന്റെ പേര് പോലുണ്ട്, എന്റെ നാവിന്റെ തുമ്പത്ത്. അതല്ലടാ, ആ കോഡ് എന്റെ നാവിന്റെ തുമ്പത്തുണ്ടെന്ന്. നോക്ക് സുഖമാണോ? യെസ്, സുഖം വേണോ? എനിക്ക് വേണ്ട. അയ്യടാ എടാ പോത്തെ, സുഖം വേണോ? അതാണ് കോഡ്. ഓ, സുഖം വേണോ? സുഖം. എടാ ആ കോഡും പറഞ്ഞ് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനൊന്ന് സെർച്ച് ചെയ്യാം, നിങ്ങളൊന്ന് നോക്ക്. ഓക്കെ ബോസ്. സുഖം വേണോ? സുഖം വേണോ? Hello. Welcome, Srinivasan sir. How was your journey? Fine. Right. Please meet our special investigation officer. Hello. Marhaba. Please. താങ്ക് യു. എക്സ്ക്യൂസ് മീ, യെസ് ആർ യു മലയാളി? ആണെങ്കിൽ സുഖം വേണോ? വാട്ട്? സുഖം വേണോ? സോറി, വൃത്തികെട്ടവൻ. നല്ല തുടക്കം. സെറ്റപ്പ് വണ്ടിയല്ല അളിയാ. ബായ് ഇവിടെ നൈറ്റ് ക്ലബ് ഒക്കെ ഉണ്ടാ? എല്ലാം ഉണ്ട്. സെറ്റപ്പാടാ. പിന്നെ ഫുൾ സെറ്റപ്പ് അല്ലേ ദുബായ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവ നോക്കിക്കോളും കേട്ടാ. നിന്റെ കൂടെ ഫേസ്ബുക്ക് കൊണ്ടുണ്ടല്ല, ഇന്നാടൊരു ഉപകാരം ഉണ്ടായിരുന്നു. നീ മുത്താണ്ട ചക്കട മുത്ത. എക്സ്ക്യൂസ് മീ, സുഖം വേണോ? എന്ത് സുഖം വേണോ? വാടാ. സുഖം വേണം. വേണോ? ആ കോഡ് പറഞ്ഞാണ് അല്ലേ? അല്ല അതല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കോഡ് അല്ല, അതെ, അതല്ല ഉദ്ദേശിച്ചത്. വൃത്തികെട്ടവൻ, ഗുണ്ടകളെ പോലും വെറുതെ വിടില്ല. ഇനി സുഖം വേണ്ട. അണപ്പല്ലി പോയെന്ന് തോന്നുന്നു. കിട്ടിയോ? എനിക്ക് കിട്ടിപ്പോ. എന്നാൽ ഇതൊരുമാതിരി മറ്റേടത്തെ കോഡായി പോയി. ഇനി ഇങ്ങനെയുള്ള കോഡും പറഞ്ഞു നടന്ന ദുബായ് പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടും. അയ്യോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ബാക്കിയൊക്കെ ഹോട്ടൽ കോറൽ ബീച്ചിൽ ചെന്നിട്ട് സംസാരിക്കാം. ഹോട്ടലിന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. കേറിക്കോളൂ. ഇല്ലെങ്കിൽ ഈ റോഡിൽ കിടന്നുറങ്ങേണ്ടതാണ്. അത് നീ